ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ നാത്തൂൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ശാലിനി ഈ പൊന്നാങ്കണ്ണി ചീര എന്നെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഇനി വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ എന്നെ വന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മൾ പറമ്പിലേക്ക് പതുക്കെ ഇറങ്ങി ചെന്നപ്പോൾ നോക്കുമ്പോൾ നിറയെ ഈ ഇല ഇങ്ങനെ നിൽക്കുന്നു. ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. നമ്മളിത് കാട്ടിലെ വെറും പാഴ്ചെടിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ പ്രായമായ അമ്മയെ നോക്കാനായിട്ടൊരു ഹോം നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇത് ചീരയാണ് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞ് നാത്തൂനെ കാണിച്ചു കൊടുത്തത്. ഞാൻ മിക്കവാറും വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ചീരയും തഴുതാമയൊക്കെ ഞാൻ ഉള്ളിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. അമ്മയ്ക്ക് ചീരത്തോരൻ ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഈ ഇല കണ്ടപ്പം ആണ് ആ ഹോം നേഴ്സ് പറഞ്ഞത് ഇത് നല്ലൊരു തോരൻ വയ്ക്കാവുന്ന നല്ലൊരു ഇലച്ചെടിയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത്. അപ്പോൾ അത് ഞാനും കുറച്ച് അതിർത്ത് നുള്ളി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് കുക്ക് ചെയ്ത് നോക്കാം. അത് മുഴുവനെ പിടിച്ചിട്ട് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിലുള്ള കേടുകളൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കട്ടിയുള്ള ചീനച്ചട്ടിയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സവോള എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എടുക്കാം. മീഡിയം സൈസ് സവോളയോ വലിയ സവോളയോ ഒക്കെ എടുക്കാം. കാരണം സവോള കൂടുന്തോറും അതിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ ഇത് കുറച്ച് നേരമുള്ളൂ. അതുകൊണ്ട് ഞാനൊരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യമായ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ നമ്മുടെ ഉള്ളിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം ചതച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെറുക്കി കളയല്ലേ ഉള്ളൂ. സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പൊന്നാങ്കണ്ണി ചീര ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ അതല്ല, ഞാൻ ഇവിടെ കൊണ്ടുവന്നത് എല്ലാം അരിഞ്ഞെടുത്ത് വെച്ച് കാണിച്ചു എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പറമ്പിലേക്ക് പുറവശത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ കാണുമ്പോൾ ഇതെല്ലാം നിൽക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിതെന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ആയപ്പോൾ ഞാനും പതുക്കെ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ ഇറങ്ങി ഇത് പറിച്ചെടുത്ത് തോരൻ വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഇലയൊക്കെ വളരെ ശോഷിച്ചാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോഴാണ് നമുക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി കേട്ടോ. കണ്ണിന് ഏറ്റവും നല്ലൊരു ഇലക്കറിയാണിത്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയ കഥകൾ വരെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് എടുത്ത് തോരൻ വെച്ച് നോക്കുക. വളരെ നല്ലൊരു ഐറ്റം ആണെന്നാണ് പറയുന്നത്. നമ്മൾ ചതച്ച് വെച്ച തേങ്ങയാണ് കേട്ടോ ഇത്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, അത് ഓർക്കുക. കാരണം ഇത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്നേരം ഉപ്പിട്ട് കൊടുക്കാത്തത്. ഈ തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഒട്ടും തോരൻ കുഴഞ്ഞു പോകില്ല. എല്ലാം വേറെ വേറെ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര തോരൻ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ധാരാളം വൈറ്റമിനുകളുള്ള ഈ ഇലക്കറി എല്ലാവരും വെച്ച് കഴിക്കുക. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.